നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര മരുതേരി റോഡിൽ വീട്ടിൽ കയറി അക്രമം, 3 പേർക്ക് പരിക്ക്. പുന്നച്ചാലിൽ ഗോപാൽജിയും ഭാര്യ ശോഭയും മകൻ ആൽബിനുമാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പേരാമ്പ്രയിൽ ഓട്ടോ ഡ്രൈവർക്കും കുടുംബത്തിനും വീട്ടിൽ കയറി മർദ്ദനം. പരിക്കേറ്റ പേരാമ്പ്ര മരുതേരി റോഡിലെ പുന്നച്ചാലിൽ ആൽബിൻ, അച്ഛൻ ഗോപാൽജി, അമ്മ ശോഭ എന്നിവർക്കാണ് ദേഹമാസകലം മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൂൺ 9 രാത്രി 10:30 സംഭവമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. ആദ്യം വന്നപ്പോൾ ഇവിടെ വന്ന് വിളിച്ച് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം വേണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയി കാല് തെന്നി വീണ് കാലിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാല് തിരുമുന്ന അയ്യോ എന്നും പറയാൻ കുറേ നേരം കരച്ചിലായിരുന്നു ഇവിടുന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേനും വെള്ളം വേണം മേലോട്ട് പോകുകയായിരുന്നു. അന്നേരം ഇടയിൽ വീണതാണ്. കാല് തിരുമണം, വെള്ളം എടുത്തുക എന്നുള്ള കരച്ചിലായിരുന്നു. പിന്നെ എന്താ സംഭവം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അയാൾ കാല് ഇങ്ങനെ കൊത്തി വെച്ചിട്ട് അയ്യോ എന്നും പറഞ്ഞുള്ള അത് ഞങ്ങൾ നേരിട്ട് ഫേസ് ചെയ്യാണ്ട് സൈഡിലോട്ട് നിന്ന് ഫേസ് ചെയ്ത് അയാളിങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഈ ജനലിൻ്റെ ഇടവഴി ഞാൻ നോക്കുമ്പോൾ അയാളിങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇത് വെള്ളം താ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോറ് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോറ് തുറന്നില്ല. പെട്ടെന്ന് ഞാൻ ആൽബി അവർ മുറിക്കുള്ളിലായിരുന്നു. അവരോട് പറഞ്ഞു, ആൽബി ഇങ്ങനെ എന്തോ ഒരു വെള്ളം വേണമെന്ന് പറയുന്നുണ്ട്. അവർ വന്നിട്ട് ആരാന്ന് പരിചയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് പെട്ടെന്ന് വന്ന് നോക്കിയപ്പോഴത്തേന് അവൻ നോക്കിയപ്പോൾ അവനും ഡൗട്ട് തോന്നി. നിങ്ങൾ എന്താ ആ പറഞ്ഞ സമയം കൊണ്ട് അയാൾ അങ്ങോട്ട് മാറിപ്പോയി. പിന്നീട് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങളൊന്ന് ഇങ്ങോട്ട് മാറിയിരിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ വരുന്നില്ല. പിന്നെ അന്നേരത്തേന് അയാൾ അയ്യോ വെള്ളം തായോ രക്ഷിക്കോ അയ്യോ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് അത് ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും സംശയം ഇവരുടെ ഇത് എല്ലാം കൂടി ആയപ്പോൾ അതിലൊരു ഡോറ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ ഫോൺ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നീട് അടുക്കളേൻ്റെ വാതിലും ചവിട്ടി പൊളിക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഇവിടെ നിന്നുള്ള ചവിട്ടൽ പിന്നെ അരച്ച് കയറി. ഞങ്ങൾ അന്നേരം ഭാര്യ സുഖമില്ലാണ്ട് ഭാര്യയ്ക്ക് കോഴിക്കോട് ഹോസ്പിറ്റൽ ചികിത്സ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചയില്ല. എന്നിട്ട് മറ്റേ കണ്ണിനും അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് പോകാൻ നിൽക്കുന്ന ഡേറ്റും കൂടിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോവുകയും ചെയ്യണം. കൊയിലാണ്ടി കാലിന് ഇതുണ്ടായിട്ട് സർജറി ഉണ്ട്. അങ്ങനെ സർജറിക്കും കാണിക്കണം എന്ന് വിചാരിച്ച് ഇരുന്നായിരുന്നു. അന്നേരം തലേദിവസം ലീവിൽ വന്ന് ഇന്ന് 9 കൂട്ടം ഗുളികയും കഴിച്ച് അവിടെ കിടക്കുമായിരുന്നു ഭാര്യ. അന്നേരം ഇവരെന്തോ ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവരെ ചവിട്ടി പൊളിച്ച് ഓടി വന്ന് കയറി. ഞാൻ ഭാര്യേൻ്റെ അടുത്തോട്ട് വരും, ഇവർ എൻ്റെ അടുത്തോട്ട് വന്ന് പിന്നെ എല്ലാവരും ഏകദേശം ഒരു 10-20 ആൾക്കാരുകളുണ്ട്. അത്രയും പേരും വന്നിട്ട് പിള്ളേ അടിയാണ്. പിന്നെ അടി കൊണ്ടുള്ള വീശിയുള്ള അടിയായിരുന്നു. പിന്നെ അതിങ്ങനെ മോനെ അടിച്ചിട്ട് അടിക്കല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പറയാനോ ഒന്നിനും തന്നെ കഴിയുന്നില്ല. പിന്നെയുള്ള വീശി അടി മോൻ്റെ ഇവിടെ തലയ്ക്ക് അടിച്ചു, അതുപോലെ തന്നെ പുറത്തിനിട്ട് അടിച്ച് മോൻ്റെ അവിടെ അടിച്ചു. പിന്നെ അതിന് പുറകെ തന്നെ ഭാര്യയ്ക്കിട്ട് ഒന്നും ഈ സുഖമില്ലാത്ത ഭാര്യ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് ഇപ്പോഴും കാണുന്നില്ല. ഞാൻ പേരാമ്പ്രയ്ക്കെല്ലാം പോകുമ്പോൾ കയ്യെ പിടിച്ച് എല്ലാവർക്കും ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്നോ. ഭാര്യയ്ക്ക് ഒരു മാസത്തിൽ 3600 റുപ്യേൻ്റെ ഗുളിക വാങ്ങണം. ആ ഗുളിക തന്നെ വാങ്ങാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പോയി വാങ്ങുന്നത്. അങ്ങനത്തെ എൻ്റെ ഭാര്യേനെ അടിച്ചതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. അവരെന്തിനും ഇത്രയും ദ്രോഹം ചെയ്തു? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഇതിനെ ഉള്ളിൽ കയറി വന്നിട്ട് ഞങ്ങളൊരു തെറ്റും ചെയ്യാത്ത ഞങ്ങളോട് എന്തിനും ചെയ്തു? അതിന് അവർ ശരിക്കും സമാധാനം പറയണം. അതുപോലെ തന്നെ മോനെ അടിച്ചിട്ടുണ്ടെങ്കിൽ മോനെ അടിക്കണമെങ്കിൽ അവർക്ക് എന്താ പകല് പോലീസ് സ്റ്റേഷനില്ല, അവർക്ക് നേരിട്ട് പോലീസുകാരോട് പറഞ്ഞിട്ടോ അതിൻ്റെ വേണ്ട പ്രതിവിധി അവർക്ക് കണ്ടെത്തിക്കൂടെ? ഈ രാത്രിയിൽ ഈ സുഖമില്ലാത്ത വീട്ടിൽ, പ്രത്യേകിച്ചും ഈ സുഖമില്ലാത്ത ഈ വീട്ടിലോട്ട് വന്നിട്ട് എൻ്റെ ഈ ഭാര്യേനെ ഒന്നിനും എഴുന്നേറ്റ് തപ്പിയാണ് നടക്കുന്നത്. ടോയ്ലറ്റ് പോകണമെങ്കിൽ ഞാൻ പിടിച്ചാൽ കൊണ്ടുവന്ന്. അങ്ങനത്തെ ഭാര്യേനെ ഈ കണ്ടു നിൽക്കുന്ന നാട്ടുകാർ ആർക്കായാലും നിങ്ങൾക്കായാലും സ്വന്തം ഇതുപോലെ ഭാര്യമാരെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതുപോലെ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന ആ വ്യക്തികൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നാട്ടുകാർ ഒറ്റപ്പെടുത്തിയാലും എന്തായാലും നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഇത്രയും ഇതായിട്ടുള്ളൊരു ഭാര്യ ആരോടും ഒരു എതിർപ്പോ ഒന്നും ഇതേവരെ 26 വർഷമായി ഞങ്ങളിവിടെ ഈ പുന്നച്ചാലിൽ ഇവിടെ താമസിക്കുന്നു.
ഒരാളും ഞങ്ങളോട് ഇന്ന് വരെ ഒരു മോശമായ രീതിയിൽ ഞങ്ങളോടോ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു ദ്രോഹം ഞങ്ങൾ ആർക്കും നല്ല കാര്യമല്ലാതെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഞങ്ങളോട് ദയവ് പോലും ഒരു നാട്ടുകാർ ഞങ്ങളോട് നിന്നിട്ട് ദയ കാണിച്ചു ഒരു നിമിഷം പോലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. ഇങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ മരിക്കുക എന്ന് കരുതി എല്ലാവരും ഞങ്ങളുടെ അടുത്തോട്ട് പോലും വന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. എന്നിട്ടും കാരണം ഒരു കുട്ടീനെ കൊണ്ടുവന്നതാണ് കാരണം. അതും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ കുട്ടിയുമായിട്ട് 4-ാം ദിവസമാണ് സംഭവം ഇത് നടക്കുന്നത്. അപ്പൊ കുട്ടീനെ എവിടുന്ന കൊണ്ടുവന്നു? അതെല്ലാം ഞങ്ങൾ ചോദിച്ചു. അങ്ങോട്ട് കൊണ്ടുവരരുത്. അമ്മ പറഞ്ഞത് അമ്മ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് കയറരുത്, അല്ലെങ്കിൽ പൊയ്ക്കോ അല്ലെ വാടകയ്ക്ക് താമസിച്ചോ എന്നെല്ലാം അമ്മ അത്രപോലെ അവനോട് പറഞ്ഞതാണ്. ഇങ്ങോട്ട് കയറരുത്, കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്വൈര്യമായിട്ട് ജീവിക്കാം, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറിയേ വേണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടീനെ ഇങ്ങോട്ട് കയറണ്ട, കുട്ടീനെ കൊണ്ട് വിടാൻ ഒരുപാട് പറഞ്ഞതാണ്. എന്നിട്ടും അവനും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ഒഴിവാക്കി, കുട്ടീനെ ഒഴിവാക്കി, ഇനി ആ വീട്ടിലോട്ട് കയറ്റിയില്ല എന്നും. അതുകൊണ്ട് ഇവൻ്റെ കൂടെ ആയതുകൊണ്ട് സ്റ്റേഷൻ മുഖാന്തരം ആ കുട്ടിയും പറഞ്ഞു, ആ കുട്ടീനോടും ചോദിച്ചു, ഞങ്ങൾക്ക് എന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കിയതാണ്, അതുകൊണ്ട് ഇനി ആ വീട്ടിലോട്ട് കയറാൻ സമ്മതിക്കില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് ഞങ്ങളെ വിളിക്കുകയും വേണ്ട, ഞങ്ങളോട് അങ്ങോട്ട് വരികയും വേണ്ട, ഒരു വിവരം ഞങ്ങളെ അറിയിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു 11 മണി 1.5 മണിക്കൂർ അവൾ ഈ മുറ്റത്ത് നിന്ന് അന്നേരം ഭാര്യ ചോദിച്ചു, ഇവൾക്കൊരു ഇതില്ലേ, ഇവളെന്തിനിങ്ങനെ പോന്നു അതെല്ലാം വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ കുട്ടീനെ കൊണ്ട് കയറ്റിയത്. എന്ത് ചെയ്യാൻ, ഞങ്ങളൊരു അച്ഛനും അമ്മയായിപ്പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ചോദിക്കും. അവൻ മുമ്പ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതിനു മുമ്പേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ അടിച്ചു മാറ്റി വന്നതാണോ? അതും അവർ ഇതുപോലെ തന്നെ സ്നേഹിച്ചു പോകുന്നതാണ്. അത് പിന്നെ എന്തോ പ്രശ്നമില്ല. അതുപോലെ തന്നെ അതായത് എങ്ങനെയാ അത് അറിയുന്നില്ല, അത് രജിസ്റ്റർ മാരേജാണോ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല. അത് ഇപ്പം ആ കുട്ടി എവിടെയാ ഉള്ളത്? ആ കുട്ടീൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോയി. ആ കുട്ടിക്ക് യാതൊരു വിരോധമില്ല, ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. 2 മാസം മുമ്പ് ഇതുപോലെ വീട്ടിൽ താമസിപ്പിച്ച ഒരു സ്ത്രീയുടെ മകൾ കക്കൂസ് മുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിരുന്നു. പിന്നീട് വീണ്ടും ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് വരികയായിരുന്നു. 20ഓളം പേർ വീട്ടിലെത്തി വാതിൽ ചവിട്ടി പൊളിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇവിടെ എന്തോ ഒരു 10:30 ഈ അടിയെല്ലാം നടക്കുമ്പോൾ ഒരു വന്ന് വാതിൽ ചവിട്ടി തുറന്ന് അപ്പുറം ചവിട്ടി ഇപ്പുറത്തൂടെ ആൾക്കാർ വന്നു, അപ്പുറത്തൂടെ ആൾക്കാർ വന്നു. അപ്പം എൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്ന എൻ്റെ മോനെ എൻ്റെ അടുത്ത് വന്ന് ആ റൂമിലിട്ടാണ് എൻ്റെ മോനെയും ഒരുപാട് അടിച്ചത്. എൻ്റെ തലയ്ക്കും പുറത്തും എല്ലാവരുടെയും അടിച്ച്. മോനെ തലയ്ക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് രക്തം വാർന്നൊഴുകിയിട്ടും കൂടി പോലും നിർത്തുന്നില്ല അടി. മോൻ അത്രയും കരഞ്ഞ അപേക്ഷിച്ച് നിന്നിട്ടും കൂടി പോലും നിർത്തുന്നില്ല. തലയ്ക്ക് അടിച്ചിട്ട് ചോര എങ്ങനെ ഇതാവുക. എന്നിട്ട് പോലും എല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് ഫുള്ള് ആൾ കയറിയിട്ട് മോനെ എന്നെയും അടിച്ച് തമർത്തുക. ഇവരെ പിടിച്ച് വലിച്ച് അങ്ങ് പുറത്തടിയെ കൊണ്ടുപോയിട്ട് ആടെ ഇട്ട് ഇവരെ അടിക്കുന്നു. അയാൾ 3 ആൾ മാത്രമാണ്. മോൻ്റെ കുട്ടീനെ പിടിച്ച് വലിച്ച് ഓരം കൊണ്ടുപോവുകയും ചെയ്തിരിക്കും. അന്നേരം തന്നെ കുട്ടീനെ കൊണ്ടുപോയിക്കും, പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ് കുട്ടീനെ. പിന്നെ നല്ല ഒരു ജാതി പ്രശ്നം അങ്ങനെയൊക്കെ അതും പറഞ്ഞ് ജാതി ഇത് അങ്ങനെ തരൂല, അങ്ങനെ പല ഇത് വാക്കുകൾ പോലും ഉപയോഗിച്ച്. പിന്നെ പിന്നെ അടിക്കുകയും കുത്തുകയും ചവിട്ടുകയും എൻ്റെ മോനെ ഞങ്ങൾ 2 ആളെയും കൂടിയ റൂമിൽ നിന്ന് ഇവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയത് അപ്പുറത്തുകൂടെ. ആ ഒരടി ഇവരെ അടിച്ചാണ് ബക്കറ്റ് പൊട്ടിപ്പോയത്. ഈ അടി ബക്കറ്റിനാണ് കൊണ്ടത്. അങ്ങനെ അടിച്ച് എന്നാ വെച്ചാൽ കൈൻ്റെ ഇവിടെ എല്ലിലൂടെ ഇവിടെ വണ്ണം ഉണ്ടായിരുന്നു. ഇക്കണ്ണിന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഇക്കണ്ണ് തീരെ കാഴ്ചയല്ല, ഒട്ടും കാഴ്ചയല്ല, ഒന്നും കാണുന്നില്ല. ഇക്കണ്ണിന് ഇതാ പൊത്തി വെച്ചാൽ ഞാനൊന്നും കാണുന്നില്ല, ഇരുട് മാത്രം. ഈ കണ്ണിൻ്റെ ചെറിയൊരു കാഴ്ചയുണ്ട്. അതിനാണ് എന്നോട് കഴിഞ്ഞ മാസം ചെല്ലാൻ പറഞ്ഞു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വരുന്ന മാസം 20 ജൂലൈ 2 കണ്ണിൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞതാണ്. ആ കണ്ണിനാണ് ഇവർ വടി വെച്ചടിച്ചത്. ഇവിടെ മൊഴിയായി.
പിന്നെ ഞാൻ പറയുന്നത് എപ്പോൾ 27 കൊല്ലമായി ഞാൻ ഈ ആറ്റിൻ്റെ ഗുളിക അങ്ങനെ ഗുളികകളെല്ലാം കുടിച്ച് ജീവിച്ച് പോവുക. മൊത്തം എനിക്ക് ഓരോ അസുഖത, കാലിന് സർജറി കഴിഞ്ഞ് കാലിൻ്റെ ഇതൊന്നുമില്ല എല്ലാം. വീട്ടുപകരണങ്ങളും അടിച്ചു തകർത്തു. പുതിയ പങ്കാളിയായ യുവതിയെയും അക്രമികൾ കൂട്ടിക്കൊണ്ടുപോയി. സാരമായി പരിക്കേറ്റ ആൽബിനും മാതാപിതാക്കളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആൽബിന്റെ 3ാമത്തെ പങ്കാളിയാണ് ഈ ഭർത്തൃമതിയായ യുവതി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.